ഇറാന്റെ ആണവ ഭൂഗർഭ അറകളെ തരിപ്പണമാക്കിക്കൊണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ എല്ലാത്തരം പ്രതിരോധ ശേഷികളും ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ്. ആരെയും അമ്പരപ്പിക്കാൻ പോകുന്ന ബുദ്ധിമോശങ്ങൾ വിളമ്പുന്ന നാവ് വഴക്കങ്ങളും പ്രചണ്ഡമായ നുണപ്രചാരണങ്ങളും മാത്രമാണ് ഇറാൻ ഇപ്പോൾ പിടിച്ചു നിൽക്കാനുള്ള ഏക വഴിയായിട്ട് ഉള്ളത്. കാരണം ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന ആണവായുധ പുരകളാണ് എങ്കിലും ഇനിയും ഒരിക്കലും ആണവായുധമെന്നോ ആയതിൻ്റെ അസംസ്കൃത പദാർത്ഥമായ യുറേനിയമെന്നോ ഇറാൻ ചിന്തിക്കാൻ ഒരുങ്ങാത്ത വിധത്തിൽ അവരുടെ ആണവ ശാസ്ത്രജ്ഞന്മാരെയും അവരുടെ കയ്യാളുകളെയും എല്ലാം ഇസ്രായേൽ സ്കെച്ചിട്ട് തീർത്ത് കളയുകയായിരുന്നു ചെയ്തത് ഈ യുദ്ധം വഴി. അമേരിക്കയുടെ നിർണായകമായ ഇടപെടലിനെ തുടർന്ന് ഇസ്രായേൽ വെടിനിർത്തലിന് സമ്മതിച്ച് പിന്മാറിയെങ്കിലും ഇറാൻ വെളിവില്ലാത്ത വെല്ലുവിളികളും പ്രകോപനങ്ങളും ഉണ്ടാക്കുന്ന താക്കീതുകളുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ നാവാട്ടത്തിന് ഇറങ്ങാതെ അരയും തലയും മുറുക്കി ഊഴം കാത്തു നിൽക്കുകയായിരുന്നു ഇസ്രായേൽ. ഇപ്പോൾ ഇറാനിൽ പലയിടത്തും ഒന്നിനു പുറകെ ഒന്നായി പൊട്ടിത്തെറികളും സ്ഫോടനങ്ങളും തീപിടുത്തങ്ങളും പതിവായിരിക്കുകയാണ്. ഘോരമായ നാശനഷ്ടങ്ങൾക്കും മനുഷ്യരുടെ ആർത്തനാദങ്ങൾക്കും ഒടുവിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമായതോടെ ഇറാന് ആശ്വാസമുണ്ടായെങ്കിലും അജ്ഞാതമായ സ്ഫോടനങ്ങളും പൊട്ടിത്തെറികളും ഇറാന്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണിപ്പോൾ. തോക്കേന്തിയ ഇറാനിയൻ പട്ടാളക്കാർ കാവൽ നിൽക്കുകയും അതിശക്തമായ സുരക്ഷാ സന്നാഹങ്ങൾ ബാരിക്കേഡ് തീർക്കുകയും ചെയ്തിട്ടും അതിനകത്ത് കയറി വെടിപൊട്ടിക്കാൻ ഏതവനാണ് ഇത്ര ചങ്കൂറ്റമെന്ന് ചോദിക്കണമെന്നും കൊല്ലും തിന്നുമെന്നുമൊക്കെ ഭീഷണി മുഴക്കണമെന്നും ഇറാന് ആഗ്രഹവുമുണ്ട്. പക്ഷേ നാവ് അനങ്ങുന്നില്ല. ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയാണ് എന്ന പഴഞ്ചൊല്ല് പോലെ രാജ്യത്ത് ഉടനീളമുണ്ടാകുന്ന പൊട്ടിത്തെറികളുടെയും സ്ഫോടന പരമ്പരകളുടെയും എല്ലാം പിന്നിൽ ഇസ്രായേലാണ്, ഇസ്രായേൽ തന്നെയാണ്, ഇസ്രായേൽ മാത്രമാണ് എന്ന് ആവർത്തിച്ച് അമർഷം കുറയ്ക്കുകയാണ് ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 18-ന് തെക്ക് പടിഞ്ഞാറൻ ഇറാനിലെ അബാദാൻ എണ്ണ ശുദ്ധീകരണശാല കത്തിച്ചാമ്പലായതോടക്കം വീടുകളിൽ വാട്ടർ ഹീറ്ററുകൾ പൊട്ടിത്തെറിച്ചതടക്കം 2 ആഴ്ചയ്ക്കിടെ തുടർച്ചയായി ഉണ്ടായ ദുരൂഹമായ സ്ഫോടനങ്ങളെയും തീപിടുത്തങ്ങളെയും കണ്ടിട്ടാണ് ഇറാൻ ഇസ്രായേലിൻ്റെ മൊസാദാണ് ഇതിന് പിന്നിൽ എന്ന് ആരോപിക്കുന്നത്. ഒരുപക്ഷെ വാതകച്ചോർച്ച, മാലിന്യ തീപിടുത്തം, യാദൃച്ഛിക സംഭവങ്ങൾ, അങ്ങനെ പല കാരണങ്ങളുണ്ടാവാം സ്ഫോടനങ്ങൾക്ക് കാരണമാകുന്നത്. എന്നാൽ ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ മുൻകാല പ്രവൃത്തികൾ നേരിട്ടും അല്ലാതെയും അനുഭവിച്ചിട്ടുള്ള ഇറാൻ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലത്തെ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഇസ്രായേലിനെ ദ്രോഹിക്കാനിറങ്ങിയ ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഹനിയെ ഒരു ഈച്ച പോലും അറിയാതെ ഇറാനിൽ കയറി തീർത്തപ്പോഴും ഹമാസിൻ്റെ പുറകിൽ പതിയിരുന്നു കൊണ്ട് ഇസ്രായേലിനെ ചൊറിഞ്ഞ ഹിസ്ബുള്ളകളുടെ കയ്യിലിരിക്കുന്ന പേജറുകളും വാക്കി ടോപ്പിക്കുകളും പുരയ്ക്കകത്തിരുന്ന ടിവിയും പുരപ്പുറത്തിരുന്ന സോളാർ പാനലുകളും പൊട്ടിത്തെറിച്ചപ്പോഴും പലസ്തീനികളും ലബനോനികൾ മാത്രമല്ല ലോകം മുഴുവൻ ഒരേ സ്വരത്തിൽ പറഞ്ഞത് അതിനുള്ള ഗട്ട്സും ബുദ്ധിയും ഇസ്രായേലിന് മാത്രമേ ഉള്ളൂ എന്നാണ്. അതുമാത്രമല്ല, അത് ഇസ്രായേൽ തന്നെ ചെയ്തത് ആണെന്നും ആയിരുന്നു. ഇസ്രായേൽ ആകട്ടെ അത് ആ സമയത്ത് സമ്മതിക്കാനോ നിഷേധിക്കാനോ മെനക്കെട്ടതുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് ബുള്ളറ്റ് വന്ന് നെഞ്ചത്ത് കയറി ഇസ്ലാമിക തീവ്രവാദികൾ പടമായാൽ അത് ഇസ്രായേൽ ചെയ്തതാണ് എന്ന ട്രെൻഡ് അവരുടെ ഇടയിൽ പ്രബലമായിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ മൊസാദിനുള്ള അംഗീകാരമാണിത്. കാരണം അതുക്കുമേലെ ബുദ്ധി കൊണ്ടും സാങ്കേതിക വിദ്യ കൊണ്ടും കളിക്കാനുള്ള കപ്പാസിറ്റി അമേരിക്കയ്ക്ക് പോലുമില്ല എന്ന് ഇറാനികൾക്കും അറിയാം. അതാണ് ഇസ്രായേൽ. എല്ലാ കാലത്തും ഇറാൻ്റെ ചലനങ്ങളെല്ലാം അളന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ട് മൊസാദിൻ്റെ കഴുകൻ കണ്ണുകൾ ഇറാനിൽ എമ്പാടും ഉണ്ടായിരുന്നു. ആക്രമണത്തിൻ്റെ കൃത്യതയും പ്രഹരശേഷിയും അളന്ന് നോക്കുന്നവർക്കെല്ലാം അത് വ്യക്തമാകും. ഏതായാലും ഇറാനിൽ ആകമാനം അസ്വസ്ഥത പുകയുകയാണ്. എന്തോ എവിടെയോ ഓങ്ങി ഒരുങ്ങുന്നുവെന്ന് അവർ വല്ലാതെ ഭയപ്പെടുകയും ചെയ്യുന്നു.